ബ്രോ ഹാപ്പി അല്ലേ? എന്റെ ബെസ്റ്റ് കൂട്ടുകാരനൊന്ന് കണ്ടോട്ടെ. ഇപ്പൊ മലയാളികളെ എമ്പാടും ഒനിലിനെ അറിയാം. അപ്പൊ ആ ഒരു സന്തോഷമുണ്ട്. എല്ലാവരും പ്രേക്ഷകരെ സപ്പോർട്ട് കാരണമാണ് ഇത്രയും ദിവസം നിന്നത്. പിന്നെ അങ്ങോട്ട് നീങ്ങിക്കോട്ടെ. അപ്പൊ ഇല്ല ഞാൻ അതൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല. കാരണം ഞാൻ കണ്ടിട്ടുള്ള കളി പുറത്തുനിന്ന്. അപ്പൊ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് അപ്പൊ ഞാനങ്ങനെ ഈ പറഞ്ഞ പോലെ എന്താണ് അതിന്റെ പേര്, ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ മോഷനോടും ബിഗ് ബോസിനോടും ഏഷ്യാനോടും താങ്ക്സ് പറയുന്നു. ഞാൻ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് എനിക്കൊരു വലിയൊരു അനുഭവം ഉണ്ടായിരുന്നു. 62 ഡേയ്സോളം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ആഴ്ചയിലും ഉണ്ടായി. അങ്ങനെ എല്ലാ പ്രേക്ഷകരുടെ സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട്. മലയാളി പ്രേക്ഷകരോട് നന്ദി മാത്രം പറയാനുള്ളൂ. ഈ ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ വന്നതിന് ശേഷം മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാനിപ്പോ ഒരു ബിഗ് ബോസ് ലെജൻഡാണ്. കയറിയപ്പോ ഞാൻ FC ബോയ് ആയിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്റെ ഒരു മാറ്റം എന്ന് പറയാൻ ഇനിയിപ്പോ ഞാനിവിടെ ഇറങ്ങിയിട്ട് ഇത്രയും പേരൊക്കെ ഇങ്ങനെ വന്നെ ആദ്യമായിട്ടല്ലേ. അപ്പൊ അതാണ് വലിയൊരു മാറ്റം. ഒന്ന് ഞാൻ ഇത്രയും ദിവസം ആ വീട്ടിനകത്ത് നിന്നിട്ട് ഞാൻ പുറം ലോകം ഇറങ്ങണം. ഒന്ന് വീട്ടുകാരെ അയ്യോ അതൊക്കെ ഞാൻ ഏഷ്യന്റെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. എന്റെ സ്വപ്നമാണ് ഞാൻ സാക്ഷാത്കരിച്ചത്. അപ്പൊ ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ വേണ്ടി എല്ലാം ബിഗ് ബോസ് തന്നെയാണ് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യം. ഒന്ന് വീട്ടുകാരെ കണ്ടോട്ടെ. ഞാനത് വീട്ടിലേക്ക് പോയിക്കോട്ടെ. നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ പിന്നെ പാവപ്പെട്ട മനുഷ്യൻ വീട്ടിൽ പോടാ. എന്തോ അവിടെ എപ്പോഴും വോട്ട് നല്ല രീതിയിൽ കളിക്കാതെ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യമുണ്ട്. നല്ല രീതിയിൽ കളിക്കാതെ നിൽക്കുന്ന ആൾക്കാരാണ്. ഞാനും അഭിലാഷ് നല്ല കട്ട ഫ്രണ്ട്സ് ആണ്. അത് ഞങ്ങളുടെ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പോയ അഭിലാഷ് ഒന്ന് വിളിച്ചോട്ടെ. ഞാൻ ഫോൺ എന്റെ കയ്യിലില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ പിന്നെ അറിയാം. ഇല്ല നേരെ ഞാൻ പോട്ട് ചെയ്യും. എന്റെ വീട്ടിലേക്ക് പോയിട്ട് FC ബോയ് മീൻസ് സ്പോർട്ട് കൊച്ചിൻ പോയി നേരെ എന്റെ വീട്ടിലേക്ക് പോകുന്നു. അഭിലാഷം നാളെ കാണും. അഭിലാഷം നാളെ കാണും. ആര്യനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നം. എന്റെ അനിയനാണ് ആര്യ. ഒരു പ്രശ്നമില്ല. ആര്യനായിട്ട് ഒരു പ്രശ്നമില്ല. ആര്യ എന്റെ അനിയനാണ്. ഞാൻ അവൻ ഒന്നെങ്കിൽ അവൻ അല്ലെങ്കിൽ നെവിൻ ജയിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുക. അല്ലെങ്കിൽ അനീഷ്. അതാണ് എന്റെ ഒരു ആഗ്രഹം. ഞാൻ കണ്ടു, കണ്ണടച്ച് ഞാൻ കണ്ടു. ഓക്കെ. അപ്പൊ ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താണ് അതിന്റെ പേര്, ഒരു മരകൃഷ്ണമാണ്. എനിക്ക് പ്രത്യേകിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല ലക്ഷ്മിനെ പറ്റി. ബാക്കി ഇന്റർവ്യൂ ഒക്കെ താങ്ക് യു ബ്രോ. യെസ് അടിപൊളി ഗെയിമായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ ലവ്. അല്ല ടോപ്പ് 5 അങ്ങനെ എനിക്ക് ഞാൻ ഏഷ്യന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേറെ ആൾക്കാരോട് ഞാൻ അത് ഇന്റർവ്യൂ വരും. അല്ല ഇന്നലെ തന്നെ ഒരു ജയിൽ ടാസ്കിനിടയിൽ ആൾക്കാർ കൂടുതലും ഇതൊക്കെ ഇന്ന് മാത്രമേ ഉള്ളൂ. ഇറങ്ങിക്കോട്ടെ ബ്രോ, ഇറങ്ങിക്കോട്ടെ. ജിസയിലൊക്കെ നല്ല ഫ്രണ്ട്സാണോ? അങ്ങനെ ഒന്നുമില്ല. ഗെയിമിന്റെ ഭാഗമായിട്ട് കാണാം. അവിടെ ഗെയിമുകളൊക്കെ ഗെയിമിൽ ഇട്ടിട്ട് വന്ന് ജിസയിലൊക്കെ നമ്മുടെ നല്ല ഫ്രണ്ട്സാ. ജിസയിലും ആര്യനൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സാ.
എന്റെ പൊന്നാളെ ആ പുള്ളിനൊന്ന് വീട് സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരോട് പറയാനുള്ളത്. പ്രേക്ഷകർ വെറുതെ മൂട് വേറെ മൂട് പൊളിമായ അതന്നെ പുള്ളി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒന്നിലെ ആഡംബരക്കാരൻ വീട്ടിലേക്ക് ഗെയിമിന്റെ ഇടയിൽ എന്തൊക്കെ ഉണ്ട് അവിടെ തന്നെ ഇട്ടിട്ട് പോരും കഴിഞ്ഞ് ഗെയിം കഴിഞ്ഞ് ഇനിയിപ്പോ ബിഗ് ബോസ് എന്താണ് ബിഗ് ബോസ് നമുക്ക് ഇനി പോയിട്ട് ഹോസ്റ്റാറിൽ നിന്ന് കാണാം. അതെന്റെ കൂട്ടാനല്ലേ കൊണ്ടുപോകുന്നത്. എന്താ പോവാൻ ഒന്നിലെ ആഡംബരക്കാരൻ വീട്ടിലേക്ക് അല്ലല്ല എന്റെ കൂട്ടുകാരനെ പിന്നെ എന്റെ നമ്മുടെ സിസ്റ്ററിന്റെ അനുമോൾക്കും ജയിക്കാൻ ചാൻസ് ഉണ്ട്. ബ്രോ എന്റെ അനിയന അപ്പൊ കടിച്ചുവിടറാ. കുഴപ്പമില്ല.